നിങ്ങൾ കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറേ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീ കയറുന്നു. അപ്പോൾ ബാക്കിൽ കുറേ യൂട്യൂബേഴ്സ് വന്നിട്ട് എന്ത് വലിയ വണ്ടിയാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് കുട്ടി ചിരിക്കുന്നതുണ്ട്. എനിക്കത് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ആ ഒരു അവസരം നമ്മൾ ഒരുത്തനും ഉണ്ടാക്കി കൊടുക്കരുത്. എന്നോട് അത് പറയാൻ അവൻ പേടിക്കണം. അത് ഒരുത്തിനെ പോയി അടിച്ചിട്ടൊന്നുമല്ല പേടി ഉണ്ടാക്കേണ്ടത്. അത് നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ സംസാരം ഒക്കെയാണ്. അതിൽ കുറച്ചിട്ടുള്ള സന്തോഷം മതി നമുക്കെന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം നമുക്ക് പിറകെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ അച്ഛനമ്മ, എല്ലാവർക്കും നമ്മളെക്കുറിച്ച് അഭിമാനിക്കണ്ടേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. വഴി കൂടി പോണ ആരാണെങ്കിലും ഏതവനാണെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ അളന്ന് സംസാരിക്കാൻ അവൻ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവരുത്. അവൻ പേടിക്കണം. അവളോടത് പറഞ്ഞാൽ ശരിയാവില്ല, അവളെങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് മുമ്പിലുള്ളവർക്ക് ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് സ്ത്രീകളോട്. മോശമായിട്ട് ഒരാൾ സംസാരിച്ചെന്ന് തോന്നിയാൽ പിന്നീട് അവനത് സംസാരിക്കാനുള്ള ഇട കൊടുക്കരുത് നിങ്ങൾ, കേട്ടോ. ഇത്ര എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ. അപ്പോൾ വന്നിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. മഞ്ജു പത്രോസിനോട് ഒരുപാട് ബഹുമാനം തോന്നി. കാരണം എന്താ വെച്ചാൽ വാക്കുകളിൽ എന്താ വെച്ചാൽ അടിച്ചിട്ടോ പിടിച്ചിട്ടോ അല്ല ഒരുത്തിന് ഭയം വരുത്തേണ്ടത്. നമ്മളൊരു നോട്ടം മതിയാടുന്നത്, നമ്മളൊരു ഒറ്റ നോട്ടം മതിയാടുന്നത്. അല്ലാതെ വീഡിയോ എടുത്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയണ്ടത് ബാഗ് അയച്ചോ ഇതൊന്നുമല്ല. ഒരേ ഒരു നോട്ടം മതി. നമ്മുടെ വണ്ടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കടന്ന് കയറിയിട്ട് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വട വലുതാണോ ചോദിക്കാനുള്ള ചങ്കൂറ്റവന് പിന്നെ ഉണ്ടാവരുത്. ഇതെപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുസുധിയെ പറ്റി തന്നെയാണ് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ രേണുസുധി 2 ദിവസം മുമ്പ് പറഞ്ഞത്, എൻ്റെ വട കാണുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയത് എത്രമാത്രം അപമാനകരമാണ് സ്ത്രീകൾക്ക് എന്നറിയോ. അതായത് ആ സ്ത്രീക്ക് ഒന്നുകിലും എന്ന് പറഞ്ഞ് അവർക്ക് റീച്ച് മാത്രം മതി. വളരെ മോശമായ കാര്യമാണ്. അവരെ പിന്തുണക്കുന്നവർ പോലും അവരെ പിന്തുണക്കത്തില്ല. ഒരിക്കലും അവർക്ക് സ്ത്രീകളുടെ പിന്തുണയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം ഒരു വൃത്തികെട്ട ഒരു രീതിയിലാണ് അവരെന്ന് പറഞ്ഞതാണ്. എല്ലാവർക്കും ഇതെന്താ വട കാണാനാണോ എല്ലാവരും നിൽക്കുന്നത്? എന്നാൽ വട നമ്മളെ അമ്മയും അങ്ങന്മാർക്കൊന്നും ഇല്ലാതാണോ? അങ്ങനെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കാൻ ഈ സ്ത്രീക്ക് എങ്ങനെ സംസ്കാരം അനുവദിക്കുന്നതെന്നാണ്. അവരുടെ മക്കൾ ഇപ്പോഴേ മഞ്ജു പത്രോസ് പറയുന്ന പോലെ അവരുടെ മക്കൾ നാളെ വളർന്നു വരും. ആ മക്കൾ വളർന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് വെളിയിലിറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഇതിപ്പോഴും പറയുന്ന എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എല്ലാം എൻ്റെ ചെലവിന് വേണ്ടിയിട്ടാണ്, എൻ്റെ വീട്ടിൽ ആഹാരം ആര് കൊടുക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആ ചെറുക്കൻ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പിയാട്ടിയിട്ട് പോവായിരുന്നു. തുപ്പിയാട്ടും അവൻ. അതായത് ഇങ്ങനെ എന്നെ വളർത്തേണ്ടതായിരുന്നു, എന്നെ കൊന്നു കളഞ്ഞാൽ പോരായിരുന്നു എന്ന് ആ ചെറുക്കൻ ഒരു ദിവസം ചോദിക്കും ചിലപ്പോഴേ. അവിടെയാണ് രേണുസുധി ചിലപ്പോൾ തകർന്നു പോവുക. അല്ലാതെ വേറെ എല്ലാ സ്ഥലത്തും ജയിക്കുക അല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും വളരെ എന്താ പറഞ്ഞ ഒരു നല്ല കാര്യമല്ല ഒരിക്കലും. ഏതോ ഒരുത്തൻ കൂടിയിരിക്കുമ്പോൾ അതിൻ്റെ അടുത്തിരുന്നിട്ട് വട കഴിച്ചോ ചേച്ചി എന്ന് ചോദിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ വട നോക്കട്ടെ എന്ന് ചോദിക്കുക. ആരെങ്കിലും ഇങ്ങനെ പറയോടെ? ഏതെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യന്മാർ പറയോ? ഇതാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള ഊളത്തരം എന്ന് പറയുന്നത്. ഇതിന് മറുപടി എന്തുകൊണ്ട് ആരും കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ. അപ്പോഴേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു പത്രോസിനോട് പല കാര്യങ്ങൾക്കും എതിർപ്പുണ്ട്, പല കാര്യങ്ങൾക്കും യോജിപ്പുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ 100% യോജിക്കുകയാണ് മഞ്ജു പത്രോസ് പറഞ്ഞതിനോട്. കാരണം അവരങ്ങനെയാണ്. അവരൊരു അമ്മയാണ്, എന്താ പറയേണ്ടത്, ഒരു നല്ല അഭിനേത്രിയാണ്. പക്ഷെ അവരൊന്നും ഇമാതിരി തോന്നിയ വാസ്തുവിനും കാര്യത്തിനൊന്നും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർ ഒരുപാട് ബോഡി ഷേമിങ് അവർ അനുഭവിച്ച ഒരു വ്യക്തി തന്നെയാണെന്ന് അവർ തന്നെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർ ആരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാറില്ല. ബോഡി ഷേമിങ് ആണെങ്കിൽ പൊതുവേദിയിൽ തന്നെ അത് തുറന്നടിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അവർ പറഞ്ഞപ്പോഴും എനിക്ക് വലിയ സന്തോഷവും കാര്യങ്ങളും തോന്നിയായിരുന്നു. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ രേണുസുധീനെ പോലെയുള്ള ആൾ മനസ്സിലാക്കണം, ഇങ്ങനെയും മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. അല്ലാതെ ഞാനൊരു വിധവയാണ്, എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്, എല്ലാം എനിക്ക് എൻ്റെ ഇന്നു വേണ്ടിയിട്ടാണ്. ഇതൊരു മാതിരി വെറുപ്പിക്കലായി പോയായിരുന്നു. വെറുപ്പിക്കലോ മാത്രമല്ല, വിധവകൾക്ക് തന്നെ അപമാനമെന്ന് ഞാൻ പറയുള്ളൂ. വിധവകളൊന്നും ഇങ്ങനെ വടയും കാണിച്ചുകൊണ്ടൊന്നും നടക്കില്ല, വട നോക്കിയിട്ടും നടക്കാറില്ല. മനസ്സിലാക്കുക നിങ്ങൾ. ഏതെങ്കിലും ഒരു വിധവയുണ്ടോ വടയും കാണിച്ചു വട കൊടുക്കട്ടെ, വട ഇതാകട്ടെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടോ? ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താ അറിയാം, നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു കോമഡിയാണ്, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരു ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ റീച്ചിലെടുക്കണം. ഇത് റീച്ചോ ഇത് കോമഡിയോ ഒന്നല്ല. ഇതെന്ന് പറയുന്നത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ചികിത്സ, അതാണ് വേണ്ടത്. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു ചികിത്സ വേണം. കാരണം എന്താണ് സംഭവിച്ചത്, എന്ത് പറയാം, എന്ത് തോന്നിയവാസവും പറയാം, അല്ലെങ്കിൽ എന്ത് തോന്നിയവാസം പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുന്നു രേണുസുധി.
ആ ഒരു ചിന്താഗതി രേണുസുതി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അവരെ ഇങ്ങനെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കും. അത് മാത്രവുമല്ല, ആ വളർന്നു വരുന്ന ആ കൊച്ചിനുണ്ടല്ലോ, അവന് തന്നെ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായിരിക്കും, അവന് വലിയ മാനസിക ആഘാതമായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ആ ചെറുക്കൻ്റെ സോഷ്യൽ മീഡിയ ഒന്നും അറിയില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കന് മൊബൈൽ വരും, ആ ചെറുക്കൻ ഈ പരിപാടിയൊക്കെ കാണും. ഇത് കാണുമ്പോൾ അവന് അമ്മയെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് ഇവൻ മുഖത്തോക്കി ചോദിക്കും, എന്തിനാണോ എന്നെ വളർത്തിയത്, ഇതിനു വേണ്ടിയിട്ടാണോ എന്നെ വളർത്തിയത്? നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ കോമാളിയാകണോടോ എന്ന് ചോദിക്കുവായിരുന്നു. കൊല്ലസുധീൻ്റെ മകൻ തന്നെ ചോദിക്കുവായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ആരായാലും ഏത് സ്ത്രീ ആയാലും ശരി, നമ്മുടെ കടന്നു കയറ്റത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പിന്നെ ഒരു നടി ഇതേപോലെ കടന്നു പോകുമ്പോൾ അവർ ബാക്ക് മാത്രം കാണിക്കുന്നത്, എനിക്ക് എന്ത് നല്ല മാലയായിരുന്നു. അങ്ങനെയൊക്കെ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന അവർ തന്നെയാണ്. എടാ എൻ്റെ ഫോട്ടോ എടുക്കരുത്, ഒറ്റ വാക്ക്, വേറെ ഒന്നും വേണ്ട. പക്ഷേ അതെങ്ങനെയാ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫെയിം കിട്ടത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർക്കൊക്കെ ഫെയിമും മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്, ഇവരെ പണ്ടത്തെ പോലെ ഇൻ്റർവ്യൂ ചെയ്തിട്ടൊന്നും അവർക്ക് ഫെയിം കിട്ടൂല എന്നറിയാം. ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 10 പേര് കമൻറ്റ് ചെയ്യും, നല്ല കമൻറ്റ് ചെയ്യും, മോശം കമൻറ്റ് ചെയ്യും. അതും ഒരു കണക്കിന് ഒരു ബിസിനസ് ഐഡിയ, ബിസിനസ് തന്ത്രം തന്നെയാണ്. നമ്മളിവിടുന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഓൺലൈൻ മീഡിയകളെ നിയന്ത്രിക്കാതെ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ ആൾക്കാരായിട്ട് തന്നെയാണ് അവിടെ പോകുന്നത്, അല്ലാതെ ഒന്നല്ല. ഒറ്റ ഒന്നിനെ അവിടെ കയറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന കഥ. ഒരു ഓൺലൈൻ മാധ്യമങ്ങൾ ഇവിടെ വേണ്ട എന്നൊരുത്തം തീരുമാനിക്കുന്നു, കഴിഞ്ഞില്ലേ? അത്രയേ വേണ്ടൂ, അല്ലാതെ അതിനപ്പുറത്ത് വേണോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രേണുസുധിയൊക്കെ അറിഞ്ഞുകൊണ്ട് ജയിക്കുന്നതും അതുമാത്രവുമല്ല എല്ലാവരെയും വെല്ലുവിളിക്കുന്നതും എല്ലാവരെയും നാണം കെടുത്തുന്നതുമായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. അല്ലാതെ നമുക്കൊന്നും വേണ്ടിയിട്ടൊന്നല്ല ഇത് ചെയ്യുന്നത്. വളരെ മോശമായി പോയി. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ് അന്ന് രേണുസുധി ചെയ്തത്. അതാർക്കും അംഗീകരിക്കാൻ കഴിയില്ല. അമ്മാതിരി തോന്നിയവാസെന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് എൻ്റെ വട കാണുന്നുണ്ടോ, ഞാൻ വട കഴിക്കാറില്ല, എന്തൊക്കെയാ തോന്നിയവാസങ്ങളെ ഈ സ്ത്രീ പറഞ്ഞു തന്ന്. ഏതായാലും മഞ്ജു പത്രോസിനെ പോലെയുള്ള ഒരാൾ വേണ്ടി വന്നു അതിന് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാവർക്കും ബാധകമാണ്. അതായത് നമ്മുടെ ശരീരത്തിലോ നമ്മൾ എവിടെയെങ്കിലും ഒരുത്തം സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അവന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. ഒരു നോട്ടം കൊണ്ട് മതി, അല്ലെങ്കിൽ ഒരു വെറുതെ ഒന്ന് നോക്കിയാൽ മതി, അവൻ അവിടെ തീരും അവൻ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പോയിട്ട് അവന് ഇങ്ങനെ ഈ കണ്ണും തുറച്ച് നിൽക്കണം എന്നല്ല പറയുന്നത്. ആ ഒരൊറ്റ നോട്ടം കൊണ്ട് അവൻ സൈഡായിരിക്കും. മനസ്സിലാക്കണം നിങ്ങൾ. അല്ലാതെ ഒരുത്തനെ നമ്മുടെ ദേഹത്ത് കൈവെക്കൂല. നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാതെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കേണ്ട ഒന്നുമില്ല. എടുക്കടാ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ തീരും. അവൻ എത്ര വലിയ ശക്തനായാലും അവരെ തീരും. നമ്മൾ നേരെ കുറച്ച് പേടിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ കൈ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, ഇതുപോലെയുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പെണ്ണുങ്ങൾക്ക് തന്നെ അപമാനമാണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് രേണുസുധി ഇപ്പോഴും എല്ലാ സ്ത്രീകളെയും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയിന്റ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടിച്ചു പൊട്ടിച്ചാണ് കമൻറ്റ് ബോക്സിൽ മൊത്തം അടിച്ചു പൊട്ടിച്ചോ. നന്ദി, നമസ്കാരം, ബൈ ബൈ.